മോളെ വാവേ വാട ചക്കര വാ. ഓ അകത്തുണ്ട് ഇരിക്കേ. വാവേ ഫുള്ള് എന്ത് കാണുവാ? ഇത് കഴിച്ചു വാവാ. അരുണും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നീ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലാന്ന് പറഞ്ഞു. എടാ ഈ തരാനുള്ള പണി നൈസായിട്ട് നിന്നിട്ട് പിന്നെ എന്തിനാണ് ഇവര് കുണുകുണാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? നിന്നോട് ഇപ്പൊ എന്നാ പറയണ്ടേ? അതുകൊട്ടെ ഡാ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് വമ്പൻ പരിപാടിയാണോ? ഇല്ലടാ, നമ്മുടെ ക്ലോസ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓക്കെ, ആവശ്യത്തിന് സാധനം പിന്നെ അതുണ്ടല്ലോ. അപ്പൊ ലൗലി വരുന്നില്ലേ? ഇല്ല, അവള് ഞാൻ അങ്ങോട്ടും അല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ മീര ടീച്ചർ എന്നാ പറയുന്നേ? ടീച്ചർ പിന്നെ സ്വന്തം മോളുടെ പക്ഷമല്ലേ പിടിക്കുള്ളൂ. പോരാത്തതിന് ഡേവിസ് അച്ഛൻ്റെ ശുപാർശ. ഞാൻ എങ്ങോട്ടുമില്ല. ജിന് കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ? അല്ല, അവന് ചായ ഒന്നും വേണ്ട. നീ പൊക്കോ പൊക്കോ. ഹലോ, എന്തായി ഒരുക്കങ്ങളൊക്കെ? ജീനും മാത്യൂസും ഒക്കെ എവിടെ? എന്ത് പറയാനും ചേച്ചി, രണ്ടും കൂടെ നിന്ന നിപ്പിലാ മുങ്ങുന്നേ. അവന്മാരെ ഞാൻ പൊക്കിക്കോളാം. എവിടെ നമ്മുടെ കുഞ്ഞാവ? ഇതാ അവിടെ ഒരുക്കുന്നുണ്ട്. ഇതാരോ വന്നിട്ട് നോക്കിക്കോടിപ്പൊക്കെ ഇട്ട് കുട്ടിയായല്ലോ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് മമ്മി വിളിച്ചില്ലേ പൊന്നിനെ? പിന്നെ ഏത് സമയത്ത് വിളിയല്ലേ? ഇനിയിപ്പോ കേക്ക് ഇട്ട് കഴിയുമ്പോ വിളിക്കും. മക്കളെ അപ്പനും അമ്മയൊന്നും മതിലാവൂ. ആ അതങ്ങനെയല്ല, നീ ഇങ്ങോട്ട് മാറിയിങ്ങോട്ട്. ആ ഇങ്ങനെ കൊണ്ടില്ല. ആ ടീച്ചറെ ഇന്ന് പള്ളിയിൽ കണ്ടില്ല. ഞാൻ അപ്പഴേ വിചാരിച്ചു ഇന്ന് നേരത്തും കാലത്തും കയറി അടുക്കള പണി തുടങ്ങി കാണുന്നു. ഓ മറിക്കും. ആ എൻ്റെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ ടീച്ചറെ ഞാൻ മോസ്തുതി പറയാന്ന് പറയരുത്. ഈ ഗേറ്റ് കടന്ന് വരുമ്പോഴേ കിട്ടും ഈ കൈപുണ്യത്തിൻ്റെ ഒരു മണം. ഓ ടീച്ചറെ ഇതെന്താ? മട്ടൺ സ്റ്റൂ. ആ മോൾ ഇറങ്ങിയല്ലേ? അപ്പൊ കേക്ക് ഞാൻ തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മോളെ ഒന്ന് കാണാതിരിക്കുമായിരുന്നു. പപ്പ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. ഇനി ഒരു കല്യാണം കഴിക്കാം. നല്ല തടിപിടുക്കന്മാരുള്ള പ്രൊഫഷണലല്ലേ, അതിനകത്ത് ഒരെണ്ണത്തിൽ എങ്ങനെ തപ്പിയെടുക്കുക? ഞാൻ നോക്കുന്നുണ്ട്. അച്ഛനും ഒന്ന് തപ്പ്. തപ്പ എനിക്കറിയായിരുന്നു ഇതുപോലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാവുമെന്ന്. എടാ അങ്ങ് ലണ്ടനിൽ നല്ല സിംഗിൾ മാൾട്ട് സാധനം കിട്ടും. അല്ല നിനക്കൊക്കെ ഇവിടുത്തെ ഈ മാട്ട സാധനം പറ്റുള്ളൂ എന്ന് എനിക്കറിയാം അല്ലേ? അതായത് ഇപ്പം നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിനക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഏതാ ആലോചിക്കാൻ മേലേ? അല്ല നമുക്ക് കേക്ക് മുറിക്കാം. അവിടെ നീ ഉണ്ടി പോരുത്. നീ ഒറ്റ ഒരുത്തനാ ഈ അടുക്കമ്മ കൊടുത്ത് പിന്നെ ഇങ്ങനെ വഷളാക്കുന്നത്. അത് ശരി. എൻ്റെ പെണ്ണുമുള്ളും കാണി യു കെയിലായിരുന്നു ഞാൻ എന്നേ പോയേനെ. അതാ എൻ്റെ പെണ്ണുമുള്ള യു കെക്ക് പോവാത്ത. എടാ അവിടെ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുമ്പം അവൾക്കും ആഗ്രഹം കാണിയല്ലേ. അവളുടെ അപ്പൻ്റെ ചികിത്സയും ഈ വീടിനടുത്ത ലോണും ഇല്ലായിരുന്നെങ്കിൽ ലൗലി എന്നെങ്കിലും പോകുന്നതന്നെ. അച്ഛൻ ഞാനും ഇത് കുറെ കഷ്ടപ്പെട്ട് നേടിയ പണിയാ. അതുകൊണ്ട് ഞാനിവിടെ നിന്നാലേ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. എടാ അത് ഈ മാത്യൂസും അരുണിമേക്കയില്ല നോക്കാം. ഞാൻ പറയാം. നീ ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാച്ചാ മതി. ലൗലി പോണ നല്ല ദൈവഭയവും സ്നേഹവും ഉള്ള കൊച്ചാ. നീ അവളെ ഈ കുഞ്ഞിനെ ഇനി വിഷമിപ്പിക്കരുത്. ഇപ്പൊ എല്ലാം ഓക്കെ ഇല്ലേ? നമുക്ക് അതിന്റെ പേര് രണ്ടെണ്ണം അടിച്ചാലോ? അവിടെ അടിച്ചാലോന്നോ? എന്റെ രണ്ടും മട്ടത്ത് ഒരുത്തിന് എന്നെ വെള്ളം ഒടിപ്പിക്കില്ല. കാനായിലെ കല്യാണത്തിന് എന്നാ ഉണ്ടാക്കി കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാ കടിക്കുന്നു. ഇറങ്ങിപ്പോണ രണ്ടുപേരും പോടാ. കാനായില് കാനായിലേ കർത്താവേ, ഇന്നെങ്കിലും ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരാ. മാറ്റിയിട്ടുണ്ടേ. ഇനി നീ കല്യാണം കഴിക്കണ്ട. കഴിച്ച ഒരു കുഞ്ഞാടിന്റെ ജീവിതവും കൂടി വെള്ളത്തിലാവും. അവിടെ ആരൊക്കെയുണ്ട്? ഹലോ ഹലോ. ആ ലൗലി മോളെ, എന്തിനാ നിന്നെ മാത്യൂസ് പറഞ്ഞു കൊടുക്കണോ? അമ്മയുടെ മോള് സുന്ദരിയായാലും
ഈ കമ്മലൊക്കെ ഇട്ടിട്ട് ഞങ്ങളതങ്ങ് കുത്തിയല്ലേ അല്ലേട്ടാ ഇച്ചിരി വേദന എടുത്തു. ആഹാ കൊള്ളാലോ, തുന്തിരി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ആ അവിടുത്തെ കേക്ക് കാണിച്ചാൽ നോക്കട്ടെ. രണ്ടിടത്തും ഒരേ കേക്കാണല്ലോ. മോള് നോക്ക്. ഇതിനേടാ എന്നാ നമുക്ക് ഇനി പ്രാർത്ഥിച്ചങ്ങ് കേക്ക് മുറിച്ചേക്കാം. നീ നമുക്ക് കേക്ക് മുറിക്കാം. ആടി, ഒരു മിനിറ്റ്. അച്ചക്കുട്ടോ, ജീച്ച അവിടെ എല്ലാം ഓക്കെ അല്ലേ? എനിക്ക് നിങ്ങളിവിടെ എത്ര മിസ് ചെയ്യണമെന്ന് അറിയോ? എത്ര നാളെന്ന് വെച്ചിട്ടാ നമ്മളിങ്ങനെ. പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ആയ സ്ഥിതിക്ക് ജീച്ചനൊന്ന് ഇങ്ങോട്ട് വന്നൂടെ? ഹലോ ഹലോ ഹലോ. പോവാം. ബാ. എടാ, ബാ. മോള് തിരിച്ചു വരുമ്പോ അമ്മമ്മ ഓർക്കുവോ? അമ്മമ്മ മനസ്സിലാവോ കണ്ടാല്? അല്ല ആ ബെൽറ്റ് എന്നിട്ടേ പിടിച്ചാലേ 100 പൗണ്ടാ. സോറി. 100 പൗണ്ടെന്ന് വെച്ചാൽ 10,000 രൂപയെ? ആ ജീച്ച, നമ്മുടെ കുഞ്ഞേട്ടൻ നാട്ടില് വലിയ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട്. എന്തിന്റെ പ്രസിഡന്റാ കുഞ്ഞേട്ട? അതിപ്പോ ലണ്ടനിൽ വന്നിട്ടേ അല്പം സ്വല്പം സാമൂഹിക സേവനം ഇല്ലെങ്കിലേ പിന്നെ ജീവിതം. പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഓവർസീസ് മലയാളം കോൺഗ്രസിന്റെ ലണ്ടൻ പ്രസിഡന്റായി. ശരി. കുഞ്ഞേട്ടൻ എവിടെയാ ജോലി? എവിടെയാ ജോലി? BBC ബ്രിട്ടീഷ് ബോട്ടം ക്ലീനിങ്. അതിൻ്റെ പ്രസിഡന്റാ. ആ എത്തിയോ ജീച്ച? ഇത് സൂസൻ ചേച്ചി. വാ കേറി വാ. കുഞ്ഞിനെ ഇറങ്ങിയവള്. അവസാനം ഇവിടെ എത്തിയല്ലോ, അത് മതി. എന്നാലും എന്റെ ജീനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഈ കൊച്ചു നേരാത്ത നേർച്ചകളൊന്നുമില്ല. എന്തായാലും ആളിവിടെ എത്തിപ്പെട്ടല്ലോ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അല്ലേ?
നീ ആ ഭക്ഷണം എടുത്ത് വയ്ക്കേ 10-16 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് വന്നതാ. ഭക്ഷണമൊക്കെ എപ്പോഴേ റെഡി. നിങ്ങൾ പോയാൽ ആദ്യം ഫ്രഷ് ആവും. ചെല്ല്. അയ്യോ വാ, റൂം മേളില. ആ ഞാൻ എടുത്തോളാം. ശരി. അവിടെ വരും. എന്താ പപ്പ? വീട്ടിൽ ചെന്ന് അടങ്ങിയിരിക്കില്ല. ഉറങ്ങിയോ? ഉറങ്ങിയില്ലേ? ഉറങ്ങി. അതെ, ഫ്ലൈറ്റ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നീ ഇതെന്നോട് ഒരു തവണ ചോദിച്ചതല്ലേ? അതാ ചോദിച്ചേ. ആരവള്? ആര്? എയർപോർട്ടിൽ വെച്ച് കൊറേ ഹായ് ഹായ് ഒക്കെ തരുന്ന കണ്ടല്ലോ. അവളോ? ആ. ഞാൻ കെട്ടിയതാ നീ കൊച്ചിന്റെ അപ്പനാന്ന് പറഞ്ഞിട്ടൊന്നും വിശ്വസിച്ചില്ലടി. ഓഹോ, പാവം കൊച്ചായിരുന്നു. പാവോ? പാവം പാവം. ഒരു മിനിറ്റ്. ഇതന്നാടി ഇവിടുത്തെ വിൻഡോയ്ക്ക് അഴികളൊന്നുമില്ലേ? ഇത്രയും സമയമായിട്ട് സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇവിടെ സമ്മർ ആയാലും ഇങ്ങനെയാ. ഓഹോ. എന്നാ പിന്നെ നമുക്ക് ഈ സൂര്യനെ പിടിച്ച് വല്ലച്ചാക്കിലും കെട്ടിക്കടലിൽ താത്തിയാലോ? ഓഹോ.